നമ്മുടെ വീട് ഒരു നരകക്കുഴിയാണെന്നും നമ്മുടെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ ശരിയല്ലെന്നും ഏതെങ്കിലും ഒരു തെമ്മാടി അങ്ങാടിയിൽ നിന്ന് പ്രസംഗിച്ചാൽ നമ്മളെന്താ ചെയ്യുക? ഇരുട്ടാകുന്നതിന് മുമ്പ് പറ്റുമെങ്കിൽ അവർ രണ്ടടി പറ്റിക്കും, അല്ലെങ്കിലോ പറയാനുള്ളത് കൃത്യമായിട്ട് നല്ല ഭാഷയിൽ അവനെ പറഞ്ഞു കേൾപ്പിക്കും. ഇതൊക്കെ ആത്മാഭിമാനമുള്ളവരുടെ കാര്യം പറഞ്ഞതാ, എല്ലാവരുടെയും കാര്യമല്ല. അതില്ലാത്തവരെന്ത് ചെയ്യും? ഈ തെമ്മാടി പറഞ്ഞതൊക്കെ വയറ് നിറയെ കേട്ട് വീട്ടിൽ വന്ന് അത്താഴവും കഴിച്ച് കാൽമുട്ടിനിടയിൽ കൈവച്ച് കിടന്ന് ഉറങ്ങും. അമേരിക്കയിലെ ഒരു റേഡിയോ അവതാരകൻ, ആ വഷളൻ്റെ പേര് മൈക്കിൾ സാവേജ് എന്നാ, പക്ഷെ ഒറിജിനൽ നെയിം അതല്ല, മൈക്കിൾ അലൻ വീനർ. നമ്മൾ ഈ തൂലികാനാമം എന്നൊക്കെ പറയുന്ന പോലെ റേഡിയോയിൽ പ്രസംഗിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഈ മൈക്കിൾ സാവേജ് എന്ന് പറയുന്നത്. സാവേജ് എന്ന് പറഞ്ഞാൽ കാടൻ, കാട്ടുമൃഗം എന്നൊക്കെയാണ് അർത്ഥം ഇംഗ്ലീഷ് ഭാഷയിൽ. സത്യം പറഞ്ഞാൽ ഇയാൾ പെരുമാറ്റം കൊണ്ടും ഭാഷ കൊണ്ടും നിലപാടുകൾ കൊണ്ടുമൊക്കെ ഒരു സാവേജാ, കാടന. അയാൾ കഴിഞ്ഞ ദിവസം ഒരു പോഡ്കാസ്റ്റിൽ, ഒരു റേഡിയോ പ്രക്ഷേപണം, അതിൽ ഇന്ത്യയിലെ സ്ത്രീകളെ, നമ്മുടെ അമ്മമാരെ, സഹോദരിമാരെ അധിക്ഷേപം കൊണ്ട് മൂടി. ഉടനെ തന്നെ നമ്മുടെ അമേരിക്കയിലെ ബഡാ ദോസ്ത് ട്രംപ് സാറ്, അമേരിക്കൻ പ്രസിഡന്റ്, പുള്ളിക്കാരൻ എന്ത് ചെയ്തു? ആ പോഡ്കാസ്റ്റ് എടുത്തങ്ങ് റീപോസ്റ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ. അത് റീപോസ്റ്റ് ചെയ്തു എന്ന് മാത്രമല്ല, അത് കേൾക്കാൻ സമയമില്ലാത്തവർക്ക് പിന്നീട് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ ലിഖിത രൂപം, സ്ക്രിപ്റ്റ്, അതും ഈ റീപോസ്റ്റിനൊപ്പം അങ്ങ് ചേർത്തു. ആലോചിച്ച് നോക്കണേ, നമ്മുടെ ഈ ട്രംപേ ഇറാൻ യുദ്ധവുമായിട്ട് കിടന്ന് വിരകുക, എന്താ ചെയ്യേണ്ടതെന്നറിയാതെ കിടന്ന് വിഷമിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ് അമേരിക്കയും അമേരിക്കയുടെ അഭിമാനവും അവരുടെ സൈനിക ശേഷിയുമൊക്കെ. അന്നേരമാണ് ഈ വഷളൻ്റെ പോഡ്കാസ്റ്റ് റീപോസ്റ്റ് ചെയ്യാനും അത് ലോകം മുഴുവൻ വായിക്കാൻ തക്കവണ്ണം അതിൻ്റെ ലിഖിത രൂപം, സ്ക്രിപ്റ്റ് പ്രസിദ്ധീകരിക്കാനും ഇയാൾ തയ്യാറായത്. പക്ഷേ അതല്ല പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഈ ബഡാ ദോസ്ത് ട്രംപ് നടത്തിയ ഈ അതിക്രമം ഉണ്ടല്ലോ, ഈ കൊടതായ്മ, അതിനെതിരെ പ്രതികരിക്കാൻ ഇവിടുത്തെ ബഡാ ദോസ്ത്, നമ്മുടെ 56 ഇഞ്ച് മോഡി, നരേന്ദ്രമോദി പ്രധാനമന്ത്രി, ഈ വീഡിയോ ചെയ്യുന്നത് വരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. 140 കോടി ജനങ്ങളുടെ അഭിമാനമാണ്, അല്ലെങ്കിൽ അവരുടെ അന്തസ്സാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ കാമാന്ന് ഒരക്ഷരം പറയാൻ സമയം കിട്ടിയിട്ടില്ല. അദ്ദേഹം തിരക്കിലാണ്, തമിഴ്നാട്ടിലും ബംഗാളിലുമൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ തിരക്കിലാണ്. അമേരിക്കയിലെ ഏറ്റവും ജനപ്രീതിയുള്ള 2ാമത്തെ റേഡിയോ പരിപാടിയാണിത്. അതിൻ്റെ പേര് സാവേജ് നേഷൻ എന്നാണ്. അതിൽ വന്ന ഒരു പോഡ്കാസ്റ്റ്, ഈ സാവേജിൻ്റെ ഈ പോഡ്കാസ്റ്റിലാണ് ഇന്ത്യയെ, ഒപ്പം ചൈനയെ, അവിടുത്തെ സ്ത്രീകളെ വളരെ മോശവും നിന്ദ്യവുമായ ഭാഷയിൽ അപഹസിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആക്ഷേപിച്ചിരിക്കുന്നത്. ഈ സാവേജ് എന്താ പറഞ്ഞതെന്നറിയാമോ? കേട്ടാൽ നമ്മുടെ തൊലി പൊള്ളിപ്പോകും. അതായത് ഇന്ത്യയിലെ സ്ത്രീകൾ ഗർഭം ധരിച്ച് 9ാമത്തെ മാസം നമ്മുടെ തീരങ്ങളിൽ, അതായത് അമേരിക്കയിൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിടാനായിട്ട് അവിടേക്ക് വരുമെന്ന്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, അമേരിക്കയിൽ ജനിക്കുന്നൊരു കുഞ്ഞ് സാധാരണഗതിയിൽ, അല്ലെങ്കിൽ സ്വാഭാവികമായി തന്നെ അമേരിക്കയുടെ ഒരു സിറ്റിസണായിട്ട്, പൗരനായി അല്ലെങ്കിൽ പൗരയായിട്ട് മാറും. പിന്നീട് അതിൻ്റെ ബലത്തിൽ ഇന്ത്യ, ചൈന പോലെയുള്ള നരക കുഴികളിലുള്ള അവരുടെ മുഴുവൻ കുടുംബാംഗങ്ങളെയും അമേരിക്കയിലേക്ക് കൊണ്ടുവരുമെന്ന്. ആലോചിച്ച് നോക്കി. നമ്മൾ തൊഴിലെടുക്കാനും ജീവിക്കാനും വേണ്ടി, അന്തസ്സോടെ ജീവിക്കാൻ വേണ്ടി, അതിനാണ് നമ്മൾ അമേരിക്കയിൽ പോകുന്നത്. അവിടെ ചെന്ന് ജോലിയെടുത്താണ് അവർ ജീവിക്കുന്നത്. അധ്വാനിച്ച് കഴിയുന്നവരാണ് ഇന്ത്യക്കാർ. ഇന്ത്യയിലെ പുരുഷന്മാരും സ്ത്രീകളും അവരവിടെ ചെല്ലുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾ, അമേരിക്കൻ തീരങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിടാനാണെന്ന്, അങ്ങനെ പൗരത്വം നേടിയെടുക്കാനാണെന്ന്, അങ്ങനെ കുടുംബത്തെ മുഴുവൻ നാട്ടിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന്, നരകക്കുഴിയിൽ നിന്ന് കൊണ്ടുവരാനാണെന്ന്. എന്തോ ഒരു അതിക്രമമാണ് ഈ സാവേജ് എന്ന് പറയുന്ന വിദ്വാൻ പറഞ്ഞത്. അയാൾ പറഞ്ഞത് പോകട്ടെ, അയാൾക്ക് എന്ത് വേണേൽ പറയാം. അയാൾ ട്രംപിൻ്റെ ഒരു അന്തംസാണ്, ഒരു വലതുപക്ഷക്കാരനാണ്, ട്രംപിൻ്റെ നിലപാടുകളെ അംഗീകരിക്കുന്ന ഒരാളാണ്. അയാൾ ഈ അമേരിക്കയിലെ ഈ പൗരത്വ നിയമത്തെ എതിർക്കുന്ന ഒരാളാണ്. ഒരു കുഞ്ഞ് അവിടെ ജനിച്ചു വീണാൽ ഉടനെ തന്നെ ആ കുഞ്ഞിന് അമേരിക്കയുടെ പൗരത്വം കിട്ടുന്നൊരു സമ്പ്രദായം അത് അമേരിക്കയിലുണ്ട്. ട്രംപ് ഈ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖ സംഭാഷണത്തിൽ പറഞ്ഞത്, അങ്ങനെ ജനിച്ചാലുടനെ പൗരത്വം കിട്ടുന്ന ഒരേ ഒരു രാജ്യം അമേരിക്കയുള്ളെന്നാണ്. നുണയാണ്, പച്ച നുണയാണ്, അല്ലെങ്കിൽ അറിവില്ലായ്മയാണ് ട്രംപ് ഒരു ടെലിവിഷൻ അഭിമുഖ സംഭാഷണത്തിൽ പറഞ്ഞത്. ഏതാണ്ട് 1/4 ഡസൻ രാജ്യങ്ങളിൽ ഈ ഒരു സംവിധാനമുണ്ട്. അമേരിക്കയുടെ തൊട്ടടുത്ത് കിടക്കുന്ന കാനഡ, അതുപോലെ മെക്സിക്കോ,
അതുപോലെ പല ദക്ഷിണ അമേരിക്കൻ രാജ്യങ്ങളിൽ ഈ സമ്പ്രദായമുണ്ട്. ട്രംപ് പറഞ്ഞ നുണയാ. എന്താണ് അത്? ഈ ഒരു സമ്പ്രദായം, ജനിച്ചു വീഴുന്ന കുഞ്ഞിന് പൗരത്വം കിട്ടുന്ന ഈ സമ്പ്രദായത്തെ എതിർക്കുന്ന ഒരു വിദ്വാനാണ്, ഒരു വഷളനാണ്, ഒരു സാവേജാണ് ഈ മൈക്കിൾ സാവേജ് എന്ന് പറയുന്ന ആൾ. അയാൾ പ്രസംഗിച്ചോട്ട്, അയാൾ പോഡ്കാസ്റ്റ് നടത്തിക്കോട്ട്. പക്ഷേ ഇന്ത്യയുടെ സുഹൃത്താണ്, മോഡി ഹമാരാ ബഡാ ദോസ്ത് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന ട്രംപ് എന്തിന് അത് ആ പോഡ്കാസ്റ്റ് റീപോസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കാൻ പാകത്തിൽ ഇടുന്നു? ഇത് ഇന്ത്യയെ ആക്ഷേപിക്കുന്നതിനല്ലെങ്കിൽ, ഇന്ത്യയെ ചെറുതാക്കി കാണിക്കുന്നതിനല്ലെങ്കിൽ, ഇന്ത്യക്കാര് അമേരിക്കയിലേക്ക് ചൊല്ലുന്നതിനെ വെറുക്കുന്നത് കൊണ്ടല്ലെങ്കിൽ എന്തിനാ ഇതൊക്കെ ചെയ്യണം? ഇതൊക്കെ ആർക്കാണ് മനസ്സിലാവാത്തത്? മോദിക്കും കൂട്ടർക്കും BJPക്കും കേന്ദ്ര സർക്കാരിനും അല്ലാതെ. ഇതിൻ്റെയൊക്കെ പിന്നിലെ ഈ ട്രംപിൻ്റെയും അമേരിക്കയുടെയും റിപ്പബ്ലിക്കൻ ഭരണകൂടത്തിൻ്റെയും മനോഭാവം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള, പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റത്തെ അതിശക്തമായിട്ട് വിമർശിക്കുന്ന ആളാണ് ഈ മൈക്കിൾ സാവേജ് എന്ന് പറയുന്നത്. അയാൾ പറയുന്നത് ഏഷ്യയിൽ നിന്നും മറ്റു ആളുകൾ ഇവിടെ വൻതോതിൽ കുടിയേറുന്നതോടെ ഇംഗ്ലീഷ് ഭാഷ തന്നെ ഇല്ലാതാവുകയാണ് എന്നാണ്. നമ്മുടെ സംസ്കാരത്തിലേക്ക് ഇവർ അധിനിവേശം നടത്തുകയാണ്. അതേസമയം യൂറോപ്പിൽ നിന്ന് വരുന്ന കുടിയേറ്റക്കാർ, അവിടെ നിന്ന് അമേരിക്കയിൽ വരുന്ന ആളുകൾ, അവരൊക്കെ അമേരിക്കൻ സംസ്കാരവുമായിട്ട് ഇഴുകിച്ചേരാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഇഴുകിച്ചേരും. അതേസമയം ഏഷ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യ, ചൈന മുതലായ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ അങ്ങനെ ചെയ്യുന്നില്ല. നാളെ അമേരിക്ക ഇന്ത്യയുടെയും ചൈനയുടെയും ഒരു കോളനിയായി മാറിയാൽ അത്ഭുതത്തിന് അവകാശമില്ലെന്നും ഈ സാവേജ് ഈ പോഡ്കാസ്റ്റിൽ പറയുന്നുണ്ട്. നമ്മുടെ തൊഴിലവസരങ്ങൾ ഇന്ത്യക്കാരും ചൈനക്കാരും തട്ടിയെടുക്കുന്നു എന്നുള്ള ആക്ഷേപവും ഇയാൾ ഉന്നയിക്കുന്നുണ്ട്. അത് അംഗീകരിച്ചുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അത് റീപോസ്റ്റ് ചെയ്തത്, അല്ലാതെ അതിൻ്റെ ഉദ്ദേശം മറ്റൊന്നല്ല. സാവേജിൻ്റെ അഭിപ്രായത്തോട് അമേരിക്കൻ പ്രസിഡന്റും 100% യോജിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റ്, ഈ ഭൂമിയിലെ ഏറ്റവും ശക്തിമാൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് എന്തിനൊരു സാധാരണ റേഡിയോ അവതാരകൻ്റെ പോഡ്കാസ്റ്റ് റീപോസ്റ്റ് ചെയ്യണം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ? ആലോചിക്കേണ്ട കാര്യമല്ലേ? ആലോചിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യവും കൂടെയല്ലേ ഇത്? എത്രയോ നീചമായ ഭാഷയിലാണ് ഈ മൈക്കിൾ സാവേജ് ഇന്ത്യയെയും ഇന്ത്യയിലെ സ്ത്രീകളെയും ആക്ഷേപിച്ചത്. നമ്മുടെ സ്ത്രീകൾ അതിനാണോ അമേരിക്കയിലേക്ക് പോകുന്നത്? തൊഴിലെടുത്ത് ജീവിക്കാനല്ലേ? അമേരിക്കയുടെ സാമ്പത്തികവും ശാസ്ത്രീയവുമായ നേട്ടങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് പങ്കില്ല എന്ന് പറയാൻ സാധിക്കുമോ? അവരുടെ സാമ്പത്തിക വിജയങ്ങളിൽ ഇന്ത്യക്കാരുടെ വിയർപ്പ് ഒരു പങ്ക് വഹിച്ചിട്ടില്ലേ? അത് മനസ്സിലാക്കാതെയാണ് ട്രംപും അല്ലെങ്കിൽ ഈ സാവേജിനെ പോലെയുള്ള കാടന്മാരും ഇതുപോലെയുള്ള അഭിപ്രായങ്ങൾ എഴുന്നള്ളിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഈ മൈക്കിൾ സാവേജ് പണ്ടേ കുപ്രസിദ്ധനാണ്. MSNBC എന്ന് പറയുന്ന ടെലിവിഷൻ ചാനലിൽ അയാൾ പണ്ടൊരു ചോദ്യോത്തര പങ്ക്തി നടത്തിയിരുന്നു. ആ പരിപാടിയിൽ ഏതോ ഒരാൾ ഈ സാവേജിനെ വിളിച്ച് എന്തോ ഒരു ചോദ്യം ചോദിച്ചു. അയാൾ ആ വ്യക്തിയോട് പറഞ്ഞ എന്താണെന്നറിയോ? നീ എയ്ഡ്സ് വന്ന് ചാകുമെന്ന്. ചോദ്യം ചോദിച്ച ആളോട് പറഞ്ഞ കാര്യമായത്. അതിന് വലിയ അയാളെ ആ ടെലിവിഷൻ ചാനലിൽ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. ഇയാൾ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബരാക് ഒബാമയെ മാവോബാമ എന്നാണ് പറഞ്ഞത്. മാവോയുമായിട്ട് ചേർന്ന് മാവോബാമ, ആഫ്രിക്കൻ ലെനിനിസ്റ്റ് എന്ന് അദ്ദേഹം ബരാക് ഒബാമയെ മറ്റൊരു സന്ദർഭത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഡെമോക്രാറ്റിക് പാർട്ടിക്കാരനായ ഈ സോഷ്യലിസ്റ്റ് മാർക്സിസ്റ്റ് പ്രസിഡന്റ് എന്ന നിലയിൽ അമേരിക്കയ്ക്ക് ഏൽപ്പിച്ച പരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ദശാബ്ദങ്ങൾ എടുക്കുമെന്നായിരുന്നു മൈക്കിൾ സാവേജിൻ്റെ മറ്റൊരു വിലയിരുത്തൽ. അങ്ങനെ കുപ്രസിദ്ധനാണ് അയാൾ. ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയിലെ സ്ത്രീകളെക്കുറിച്ചുമൊക്കെ ഇതൊക്കെ പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട. അതുപോലെ ഒരു അതിതീവ്ര വലതുപക്ഷക്കാരനാണ്. പക്ഷേ ഈ പ്രസിഡന്റ് ട്രംപ് എപ്പോഴും ഇന്ത്യയെക്കുറിച്ചും മോഡിയെക്കുറിച്ചും ഒക്കെ സൂപ്പർലേറ്റീവ്സിൽ സംസാരിക്കുന്ന ആൾ എന്തിനാണ് ഇത് റീപോസ്റ്റ് ചെയ്തത്? ഇന്ത്യയെ അപമാനിക്കാനല്ലെങ്കിൽ. എന്തായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം? ട്രംപിൻ്റെ ലക്ഷ്യം ഇന്ത്യയിലെ സ്ത്രീകളെ ആക്ഷേപിക്കുക, അപമാനിക്കുക എന്നുള്ളതായിരുന്നില്ലേ? അവരെ ഇന്ത്യൻ കുഞ്ഞുങ്ങളെ പെറ്റിടാൻ വേണ്ടിയാണ് അമേരിക്കൻ തീരങ്ങളിലേക്ക് വരുന്നത് എന്ന സാവേജിൻ്റെ അഭിപ്രായത്തിന് അടിവരയിടുകയായിരുന്നില്ലേ? അത് പങ്കിടുകയായിരുന്നില്ലേ? ഇന്ത്യ ഒരു നരകക്കുഴിയാണെന്ന അമേരിക്കയിലെ വലതുപക്ഷക്കാരുടെ വാദം അതും അംഗീകരിച്ചു കൊടുക്കലായിരുന്നില്ലേ? അതല്ലേ ഈ പോഡ്കാസ്റ്റിൻ്റെ റീപോസ്റ്റിങ്ങിലൂടെ ട്രംപ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ നടന്നത്? ഇത് കേട്ടപ്പോൾ ഇന്ത്യ പ്രതിഷേധിക്കുമല്ലോ. നയതന്ത്ര രംഗത്ത് ചെയ്യാവുന്ന ഒരു കാര്യം അതാണല്ലോ. പ്രത്യേകിച്ച് ട്രംപിൻ്റെ മുന്നിൽ അമേരിക്കയുമായിട്ട് ഇടപെടുമ്പോൾ പ്രതിഷേധിക്കുക അല്ലാതെ എന്തോ ചെയ്യാനാ?
സ്വാഭാവികമായിട്ടും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധിച്ചു. ഇല്ലെന്നൊന്നും പറയുന്നില്ല. അപ്പോഴെന്താണ് ഇന്ത്യയിലെ അമേരിക്കൻ എംബസി പറഞ്ഞത്? അയ്യോ, ഞങ്ങളുടെ ട്രംപ് സാറ് ഇന്ത്യയെ ഒരു മഹാരാജ്യമായിട്ടാണ് കരുതുന്നത്. എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ്, ബഡാ ദോസ്താണ് മോഡി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞത് എംബസിയാ, അല്ലാതെ ട്രംപല്ല. ട്രംപിൻ്റെ വക്താവല്ല, വൈറ്റ് ഹൗസിൻ്റെ വക്താവല്ല. അമേരിക്കയിലെ എംബസി പറഞ്ഞു. അതൊക്കെ അങ്ങ് പുറത്തേക്കാൻ, വിട്ടേക്കാൻ, മറന്നേക്കാൻ കാര്യമായിട്ട് പറഞ്ഞൊന്നുമല്ല. മോഡി നമ്മുടെ ബഡാ ദോസ്താണെന്ന്, വലിയ സുഹൃത്താണെന്ന്. അതല്ലാതെ അമേരിക്കൻ എംബസി എന്ത് പറയാനാ? അല്ലെങ്കിൽ ട്രംപ് എവിടെ വെച്ചാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് കൺട്രി, എൻ്റെ വലിയ ഫ്രണ്ടാണ് മോദി എന്നൊക്കെ പറഞ്ഞത് എവിടെ വെച്ച് പറഞ്ഞതിനെക്കുറിച്ചാണ് എംബസി പറയുന്നത്? ഇനി അതൊന്നുമല്ല, ഇന്ത്യ ഒരു ഗ്രേറ്റ് കൺട്രി ആണെന്ന് ഇനി അമേരിക്കയുടെ ഇന്ത്യയിലെ അംബാസഡർ പറഞ്ഞിട്ട് വേണോ നമ്മൾ മനസ്സിലാക്കാൻ? നമ്മളിന്നും അഭിമാനത്തോടുകൂടി ചിന്തിക്കുകയും ഓർക്കുകയും ചെയ്യുന്ന കാര്യമാണ്. ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് കൺട്രി. അതിന് യുവന്മാരുടെ ഒന്നും ഓശാരമൊന്നും വേണ്ട, യുവന്മാരുടെ സർട്ടിഫിക്കറ്റും വേണ്ട. നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമുക്കറിയാം. ആ അഭിമാനബോധം ഓരോ ഇന്ത്യക്കാരനുമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന് ഇന്ത്യയോട് തരിമ്പ് പോലും ബഹുമാനമോ ഇഷ്ടമോ ഇല്ല എന്നുള്ളത് അയാളുടെ പല വാക്കുകളിലും അയാളുടെ പല പ്രസ്താവനകളിലും തെളിഞ്ഞിട്ടുള്ളതാണ്. അയാൾ നമ്മളെ ഡിക്റ്റേറ്റ് ചെയ്യാൻ വരിക. ഏതോ ഒരു സാമന്ത രാജ്യത്തോട് പെരുമാറുന്നത് പോലെയാണ് ട്രംപ് ഇന്ത്യയോട് പെരുമാറുന്നത്. എപ്പോഴും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് എന്നൊക്കെ പറയുന്ന മോദിയെ പറ്റി കഴിഞ്ഞ കുറേ ആഴ്ചകൾക്ക് മുമ്പ് എന്താ പറഞ്ഞത്? മോഡിയുടെ രാഷ്ട്രീയ ഭാവി അദ്ദേഹം വിചാരിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റുമെന്ന്. എംസ്റ്റീൻ ഫയലുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയാ പറയുന്നതെന്നാണ് അന്ന് പ്രതിപക്ഷം ആരോപിച്ചത്. മോഡിയൊക്കെ അങ്ങനെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ ഈ ട്രംപ് കാണുന്നത്. ഇയാൾ നമ്മളോട് പറയുകയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ വെനിസുലയിൽ നിന്ന് വാങ്ങിച്ചോളണം, ഇന്ന വിലയ്ക്ക് വാങ്ങിച്ചോളണം, ഇന്ന രീതിയിലൊക്കെ ചെയ്തോളണം. ഇയാളാരാ നമ്മളോട് ഇതൊക്കെ പറയാൻ? ഇന്ത്യയിലെ ഗവൺമെൻറ്റിനോട് ഇങ്ങനെയൊക്കെ ഉത്തരവിടാൻ ഈ ട്രംപ് ആരാ? അയാളെ നമ്മുടെ പ്രസിഡന്റ് ആക്കിയൊന്നുമല്ല, നമ്മുടെ പ്രസിഡന്റും അല്ല, അത് അമേരിക്കക്കാരുടെ പ്രസിഡന്റാണ്. ഇന്ത്യയുമായിട്ടുണ്ടാക്കിയ ട്രേഡ് കരാറ് ഇന്ത്യയുടെ എല്ലാ താല്പര്യങ്ങൾക്കും വിരുദ്ധമല്ലേ? ഇന്ത്യയിലെ സാധാരണ കർഷകരെ അമേരിക്കയിൽ വൻകിട കർഷകരുടെ അടിമകളാക്കി മാറ്റുന്ന കരാറല്ലേ? നമ്മൾ അതിനെപ്പറ്റി ധാരാളം പറഞ്ഞതുകൊണ്ട് അതിലെ തീരുവ നിരക്കുകളെ പറ്റിയൊക്കെ നമ്മൾ പലവട്ടം സംസാരിച്ചതാണ്. നമ്മുടെ അടുത്ത് ഭരിക്കാൻ വരിക, നിങ്ങൾ ഇങ്ങനെ കച്ചവടം ചെയ്തോണം, നിങ്ങൾ അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്ന സാധനത്തിന് ഇത്ര ശതമാനം തീരുവയിടും, പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് ഇറക്കുന്നതിന് 5 പൈസ തീരുവ വാങ്ങിച്ചേക്കരുത്. നമ്മളോട് ഇതൊക്കെ പറയുന്നത് ആരാ? നമ്മുടെ പ്രസിഡന്റാണോ? അല്ലല്ലോ. 140 കോടി ജനങ്ങൾ എന്തിനാണ് അയാളുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കുന്നത്? ഇത് നമ്മുടെ ആത്മാഭിമാനത്തിൻ്റെ, ഇന്ത്യയുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ഇത്തവണ അയാളുടെ പ്രസിഡന്റ് ആയപ്പോൾ അമേരിക്കയിലെ ചില അനധികൃത കുടിയേറ്റക്കാരെ പിടിച്ച് അവരവരുടെ നാടുകളിലേക്ക് അയച്ചു. അതിൽ കുറച്ച് ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു. 2 or 3 വിമാനങ്ങളിൽ ഇന്ത്യക്കാരെ തിരിച്ചയച്ചത് ചങ്ങലക്കിട്ട്, കയ്യും കാലും ചങ്ങലക്കിട്ട് ബന്ധിച്ചിട്ടാ. എന്തോ ഒരു അപമാനമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അന്ന് ഇന്ത്യ എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നമ്മൾ ഓർക്കുന്നുണ്ട്. നമ്മുടെ അഭിമാനം അത് കാത്തു സംരക്ഷിക്കേണ്ട ചുമതല നമ്മുടെ ഭരണകർത്താക്കൾക്കുള്ളതാണ്. അതിനുള്ള ഉറപ്പ് വേണം. ഇന്നലെ നമ്മുടെ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ, ഇന്ത്യ മഹാസമുദ്രത്തിലേക്ക് 7ാം കപ്പൽപ്പടയെ അയച്ച അമേരിക്കൻ ഭരണകൂടത്തോട് എങ്ങനെയാണ് ഇന്ദിരാഗാന്ധി പെരുമാറിയത് എന്നുള്ളത്. അതാണ് ധീരത, ധൈര്യം. അതാണ് ഈ സന്ദർഭത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി കാട്ടേണ്ടത്. നമ്മൾ നരകക്കുഴിയൊന്നുമല്ല, ഹെൽ ഹോൾ എന്നാണ് പറഞ്ഞത് ഇന്ത്യയെക്കുറിച്ച്. ഇതൊക്കെ പറയാൻ ഈ മൈക്കൽ സാവേജ്, അതൊക്കെ ഏറ്റു പറയാൻ ട്രംപ് ആരാ? നമ്മളെ അവമാനിക്കാൻ ഇവർക്ക് ആരാണ് അനുവാദം കൊടുത്തത്? അതിനെ എതിർക്കുകയും ചെറുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഭരണകൂടമാണ്. അല്ലാതെ ഏതെങ്കിലും രാജ്യത്ത് ചെല്ലുമ്പോഴൊക്കെ ഇസ്രായേൽ ഈസ് അവർ ഫാദർലാൻഡ് എന്നൊക്കെ പറഞ്ഞ് സേവ പിടിക്കുകയല്ല വേണ്ടത്. എങ്ങനെയാണ് ഇസ്രായേൽ ഇന്ത്യയുടെ ഫാദർലാൻഡ് ആവുന്നത്? ഇസ്രായേലിനെ ഫാദർലാൻഡ് അല്ലെങ്കിൽ പിതൃരാജ്യം എന്ന് വിശേഷിപ്പിച്ചതുകൊണ്ട് ഇനി അമേരിക്കയിൽ ചെല്ലുമ്പോൾ അങ്ങനെ പറയാൻ പറ്റത്തില്ല. 2 അപ്പന്മാർ പാടില്ലല്ലോ. ഇനി അവിടെ ചെല്ലുന്ന ട്രംപിനെ കെട്ടിപ്പിടിക്കുന്നു, ആശ്ലേഷിക്കുന്നു, പുറത്ത് ശക്തിയായിട്ട് 4 ഇടി ഇടിക്കുന്നു, എല്ലാം കോംപ്ലിമെൻറ്റ്സ് ആക്കുന്നു. ഇതാണ് നമ്മുടെ ഭരണകൂടത്തിൻ്റെ ചിന്ത. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുക തന്നെ വേണം. നമ്മളെന്താണ് ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് പറയുന്നത്? അമേരിക്കയോടൊപ്പം 2ാമത്തെയോ 3ാമത്തെയോ 4ാമത്തെയോ സാമ്പത്തിക ശക്തിയാകാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ സ്വയം പറയുന്നുണ്ട്. പക്ഷേ അത് അവരെ കൊണ്ടും അംഗീകരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ അപമാനിക്കാതിരിക്കാൻ അവരെയൊക്കെ നിർബന്ധിതരാക്കുകയെങ്കിലും വേണം.